ഹായ് കൂട്ടുകാരെ, 2025-26 അധ്യയന വർഷത്തിൽ വാർഷിക പരീക്ഷയിൽ 3-ാം ക്ലാസ്സിൽ നിന്നും EVS പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. പരീക്ഷയ്ക്ക് ആദ്യത്തെ ഭാഗങ്ങളും ഉണ്ടായിരിക്കും, പാഠപുസ്തകത്തിലെ ആദ്യത്തെ ഭാഗങ്ങളും ഉണ്ടായിരിക്കും. 6 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും. ദ ഫസ്റ്റ് 15 മിനിറ്റ്സ് വിൽ ബി കൂൾ ഓഫ് ടൈം. അപ്പോൾ നന്നായിട്ട് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ആദ്യത്തെ ചോദ്യം, ദ ഫസ്റ്റ് ആക്ടിവിറ്റി, ആദ്യത്തെ പ്രവർത്തനമായിട്ട് തന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്രിയേച്ചേഴ്സ്, ജീവികളുടെ ഓരോ പാർട്ടുകൾ തരും, ബോഡി പാർട്ട്. അതേത് ജീവിയാണെന്ന് കൂട്ടുകാർ കണ്ടുപിടിച്ച് എഴുതുകയാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഡക്കിൻ്റെ കാല് തരും, എലിഫൻറ്റിൻ്റെ കാല് തരും. അതേത് ജീവിയാണെന്ന് അതിൻ്റെ താഴെ കാണുന്ന കോളത്തിൽ എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തെ ആക്ടിവിറ്റി ഒരു പദസൂര്യനാണ്. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. നമ്മളുടെ വ്യക്തിശുചിത്വമാണ് അവിടെ ചോദ്യമായി വന്നിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് ആ പദസൂര്യൻ പൂരിപ്പിക്കാൻ ആവശ്യപ്പെട്ടേക്കാം. വിയർ ക്ലീൻ ഡ്രസ്. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. ടേക്ക് എ ബാത്ത് എവറി ഡേ. എല്ലാ ദിവസവും കുളിക്കുക. ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ. 2 പ്രാവശ്യം, നിത്യവും 2 പ്രാവശ്യം പല്ല് തേക്കുക. കീപ് യുവർ നെയിൽസ് ഷോർട്ട് ആൻഡ് ക്ലീൻ. നിങ്ങളുടെ നഖം ചെറുതാക്കി വെട്ടി നിർത്തുക, നഖം മുറിക്കുക. കവർ യുവർ മൗത്ത് വെൻ കഫിംഗ് ഓർ സ്നീസിങ്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായ ഒരു ടവൽ വെച്ച് അമർത്തിപ്പിടിക്കുക. വിയർ ക്ലീൻ ക്ലോത്ത്സ്. നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. ഇതൊക്കെയാണ് പേഴ്സണൽ ഹൈജീനായിട്ട് കൂട്ടുകാർ എഴുതേണ്ടത്. ഇത് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഈ ആക്ടിവിറ്റിയുടെ തന്നെ അടുത്ത സ്റ്റെപ്പ്, അതായത് ഉപചോദ്യമായിട്ട് വന്നിരിക്കുന്നത് സ്കൂൾ സറൗണ്ടിങ്സ്, ക്ലാസ് റൂം, അതുപോലെ കിച്ചൺ, വാഷ്റൂമൊക്കെ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്ന് എഴുതാനാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ സ്കൂൾ സറൗണ്ടിങ്സ് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഡു നോട്ട് ത്രോ വേസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട്. യൂസ് ഡസ്റ്റ്ബിൻസ് ഫോർ വേസ്റ്റ്. സ്വീപ് ദ ക്ലാസ് റൂം ആൻഡ് പ്ലേ ഗ്രൗണ്ട് റെഗുലർലി. പ്ലാന്റ് ട്രീസ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ദം. ക്ലീൻ ദ സ്കൂൾ യാർഡ് ആൻഡ് റിമൂവ് പ്ലാസ്റ്റിക് വേസ്റ്റ്. കീപ് ടോയ്ലറ്റ്സ് ആൻഡ് വാട്ടർ ഏരിയാസ് ക്ലീൻ. അടുത്തതായി ക്ലാസ് റൂം എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. സ്വീപ് ദ ക്ലാസ് റൂം when needed. Arrange books and bags properly. Keep desks and benches neat and tidy. Put waste in the dustbin and do not throw waste on the floor. അടുത്തതായിട്ട് കിച്ചൺ, അടുക്കള എങ്ങനെ ക്ലീൻ ചെയ്യാം, വൃത്തിയായി സൂക്ഷിക്കാമെന്ന് നോക്കാം. വാഷ് ഡിഷസ് ആൻഡ് ഉഡൻസിൽസ് ആഫ്റ്റർ യൂസ്. പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കണം. അതുപോലെ കീപ് ദ കിച്ചൺ ഫ്ലോർ ആൻഡ് ടേബിൾ ക്ലീൻ. സ്റ്റോർ ഫുഡ് ഇൻ ക്ലീൻ ആൻഡ് ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സ്. അടച്ചു വെച്ച് ഉപയോഗിക്കുക. ഇനി വാഷ്റൂം എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം. യെസ്, ഫ്ലഷ് ദ ടോയ്ലറ്റ് ആഫ്റ്റർ യൂസ്. വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ്. കീപ് ദ ഫ്ലോർ ഡ്രൈ ആൻഡ് ക്ലീൻ. അടുത്ത ചോദ്യമായി ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മഴമാപിനിയാണ്, റെയിൻ ഗേജ്. അതിൽ ഒരാഴ്ച പെയ്ത മഴയാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ചെയ്യേണ്ടത്, വിച്ച് ഡേ ഹാഡ് ദ ഹയസ്റ്റ് റെയിൻഫാൾ. ഏത് ദിവസമാണ് കൂടുതൽ മഴ പെയ്തത്. വിച്ച് ഡേയ്സ് ഹാഡ് ദ സെയിം എമൗണ്ട് ഓഫ് റെയിൻഫാൾ. ഒരേ അളവിൽ ഏത് ദിവസമാണ് മഴ പെയ്തത്. വിച്ച് ഡേ ഹാഡ് ദ ലോവസ്റ്റ് റെയിൻഫാൾ. ഏത് ദിവസമാണ് കുറച്ച് മഴ പെയ്തത്. മഴയ്ക്ക് മുമ്പും മഴ പെയ്യുമ്പോഴും മഴയ്ക്ക് ശേഷമുള്ള മാറ്റങ്ങളും പഠിക്കാൻ മറക്കണ്ട. ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് കേരളത്തിൻ്റെ ചിത്രം. അതിൽ 3 പ്രദേശങ്ങൾ നിങ്ങൾ അടയാളപ്പെടുത്തണം. അതായത് തീരപ്രദേശവും ഇടനാടും മലനാടും. ഇംഗ്ലീഷിൽ കോസ്റ്റൽ പ്ലെയിനും മിഡ്ലാൻഡും ഹൈ റേഞ്ചും അഥവാ ഹൈലാൻഡും. അതിൽ തന്നെ ഉപചോദ്യങ്ങളായിട്ട് ഓരോ സ്ഥലത്തും എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്ന് കൂടി നോട്ട് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഉദാഹരണം, റബ്ബർ
ടാപ്പിംഗ് ഏത് പ്രദേശത്താണ്, ഫിഷിംഗ് ഏത് പ്രദേശത്താണ്, അതുപോലെ പ്ലാന്റേഷൻ ഒക്കെ എവിടെയാണ്, ഏതെല്ലാം കൃഷികളാണ് ഓരോ ഏരിയകളിലും നടക്കുന്നത്, അത് പഠിച്ചു വയ്ക്കുക. ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് ട്രാഫിക് റൂൾസ്. റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ ഓൺ ദ നീഡ് ഓഫ് ഒബേയിങ് ട്രാഫിക് റൂൾസ്. അതിൽ സിഗ്നൽസ് തരും, അതിൻ്റെ താഴെ കോളത്തിൽ അതെന്താണെന്ന് എഴുതാൻ ചോദിക്കും. അതായത് ഹോൺ പാടില്ല എന്നുള്ള ചിത്രം, ആശുപത്രിയുടെ ചിത്രം, പെട്രോൾ പമ്പിൻ്റെ ചിത്രം, സ്കൂൾ കുട്ടികളൊക്കെ കളിക്കുന്ന സ്കൂളിൻ്റെ ചിത്രം. അപ്പം അതിൻ്റെയൊക്കെ പേര് അതിൻ്റെ താഴെ എഴുതുകയാണ് വേണ്ടത്. ട്രാഫിക് റൂൾസ് പഠിച്ചു വയ്ക്കുക. റെഡ് സിഗ്നൽ സ്റ്റോപ്പിനുള്ളതാണ്, യെല്ലോ ഗെറ്റ് റെഡി ആൻഡ് ഗ്രീൻ ഗോ, അത് പ്രത്യേകം പഠിക്കുക. പിന്നെ ഫോളോ റോഡ് സൈൻസ്, റോഡിൽ കാണുന്ന ആ ഒരു നിയമത്തിൻ്റെ ചിഹ്നങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. സ്റ്റോപ്പ്, നോ എൻട്രി, സ്പീഡ് ലിമിറ്റ്, ഇതൊക്കെ നമ്മൾ അനുസരിക്കണം. വിയർ എ ഹെൽമെറ്റ്, ഹെൽമെറ്റ് ധരിക്കണം. വിയർ എ സീറ്റ് ബെൽറ്റും ധരിക്കണം. യൂസ് സീബ്ര ക്രോസിംഗ്, നടന്ന് പോകുന്ന ആളുകൾക്ക് സീബ്ര വരകളിൽ കൂടി പോകാവുന്നതാണ്. ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺസ് വൈൽ ഡ്രൈവിംഗ്, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ഫോളോ സ്പീഡ് ലിമിറ്റ്, ഇത്ര സ്പീഡിലേ പോകാവൂ എന്നുണ്ട്, അത് നമ്മൾ അനുസരിക്കണം. ഡ്രൈവ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോഡ്, റോഡിൻ്റെ ഇടതുവശത്ത് കൂടി തന്നെ പോകണം. ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എഴുതാനും പഠിച്ചു വയ്ക്കുക. ഇനി നീഡ്, എന്താണ് നമ്മൾ ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യണം, അനുസരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം? അതായത് ടു പ്രിവെൻറ്റ് റോഡ് ആക്സിഡൻറ്റ്സ്, റോഡിൽ ജീവൻ പൊലിയുകയാണ്, അത് തടയാൻ വേണ്ടിയാണ് നമ്മൾ ട്രാഫിക് റൂൾസ് അനുസരിക്കുന്നത്. കൂടാതെ ടു പ്രൊട്ടക്ട് ദ ലൈഫ്സ് ഓഫ് ഡ്രൈവേഴ്സ്, പാസഞ്ചേഴ്സ് ആൻഡ് പെഡസ്ട്രിയൻസ്, ഡ്രൈവർമാരുടെയും യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും ഒക്കെ ജീവൻ വിലപ്പെട്ടതാണ്, അവയെ രക്ഷിക്കാൻ കൂടി ആണ് നമ്മൾ ട്രാഫിക് റൂൾ അനുസരിക്കുന്നത്. ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് ഓർഡർ ഓൺ ദ റോഡ്, റോഡിലെ നിയമങ്ങളൊക്കെ നമ്മൾ അച്ചടക്കത്തോടു കൂടി അത് പരിപാലിക്കണം. ടു എൻഷുവർ സ്മൂത്ത് ഫ്ലോ ഓഫ് ട്രാഫിക്, നന്നായിട്ട് വാഹനങ്ങൾ സഞ്ചരിക്കാൻ നമ്മൾ ഈ റൂളുകളൊക്കെ അനുസരിച്ചേ മതിയാകൂ. ടു റെഡ്യൂസ് ട്രാഫിക് ജാംസ് ആൻഡ് കൺഫ്യൂഷൻ, എല്ലാവരും കൂടി കൂട്ടമായി കൂട്ടിച്ചേർന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ട്രാഫിക് റൂളുകൾ അനുസരിക്കണമെന്ന് പറയുന്നത്. ജീവികൾ തന്നിട്ട് അവയുടെ കൂടുകളെയും തന്നിട്ട് മാച്ച് ചെയ്യാനായിരിക്കും അടുത്ത ചോദ്യത്തിൽ. മാത്രമല്ല ഉപചോദ്യമായി വീടുകളുടെ പ്രത്യേകത കൂടി ചോദിച്ചേക്കാം. ബെനിഫിറ്റ്സ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് ഗ്ലാസ് ഹൗസ്, ഹൗസ് ബിൽറ്റ് ഓൺ പില്ലേഴ്സ്, ഇഗ്ലൂ, 3D പ്രിന്റഡ് ഹൗസ്, ഇതിൻ്റെയൊക്കെ ചോദിച്ചേക്കാം. എന്തിനു വേണ്ടിയാണ് ഗ്ലാസ് ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത്, എന്താണ് അതിൻ്റെ പ്രത്യേകത? യെസ്, ഗെറ്റ്സ് മോർ നാച്ചുറൽ സൺലൈറ്റ്, നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടും. ഗിവ്സ് എ ബ്യൂട്ടിഫുൾ ഔട്ട്സൈഡ് വ്യൂ ഓഫ് നാച്ചർ, പ്രകൃതിയെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. സേവ്സ് ഇലക്ട്രിസിറ്റി ഡ്യൂറിങ് ഡേ ടൈം, ഡേ ടൈമിൽ നമുക്ക് ഇലക്ട്രിസിറ്റിയെ വേണ്ട, ഫുൾ വെളിച്ചമായിരിക്കും. മേക്സ് ദ ഹൗസ് ലുക്ക് മോഡേൺ ആൻഡ് അട്രാക്റ്റീവ്, നല്ല ആകർഷണത്വം തോന്നിക്കും, പുതിയൊരു ലുക്കൊക്കെ തരും. അടുത്തതായി പില്ലർ ഹൗസ് എന്താണെന്ന് നോക്കാം. പില്ലർ ഹൗസിനെ നമ്മൾ സ്റ്റിൽറ്റ് ഹൗസ് എന്ന് കൂടി വിളിക്കും. പ്രൊട്ടക്ട്സ് ദ ഹൗസ് ഫ്രം ഫ്ലഡ്സ് ആൻഡ് വാട്ടർ, വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പറ്റിയ ഒരു ഹൗസാണ് സ്റ്റിൽറ്റ് ഹൗസ്, പില്ലർ ഹൗസ്. തൂണുകളിലാണത് നിൽക്കുക. കീപ്സ് ദ ഹൗസ് സേഫ് ഫ്രം വൈൽഡ് അനിമൽസ്, മറ്റ് മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ തരും. ആൻഡ് ഇൻസെക്ട്സ്, മറ്റ് ജീവികളിൽ നിന്നും ഈ ഹൗസ് നമ്മളെ രക്ഷിക്കും. അലോസ് എയർ ടു പാസ് അണ്ടർ ദ ഹൗസ്, വീടിൻ്റെ അടിയിൽ കൂടെ പോലും വായുസഞ്ചാരം ഉണ്ട്. കീപ്പിംഗ് ഇറ്റ് കൂൾ, വീടിനെ കൂളാക്കി നിലനിർത്തും. അലോസ് എയർ ടു പാസ് അണ്ടർ ദ ഹൗസ്, കീപ്പിംഗ് ഇറ്റ് കൂൾ. സ്യൂട്ടബിൾ ഫോർ റെയിനി ആൻഡ് ഫ്ലഡ് പ്രോൺ ഏരിയ, വെള്ളപ്പൊക്ക ബാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ഹൗസാണ് ജീവിക്കാൻ നല്ലത്, സേഫ്റ്റിയായി ഇരിക്കുക. അടുത്തതായിട്ട് ഇഗ്ലൂ. ഇഗ്ലൂ കീപ്സ് പീപ്പിൾ വാം ഇൻ വെരി കോൾഡ് റീജിയൻസ്, വളരെ തണുത്ത സ്ഥലങ്ങളിലാണിത് ഈ മഞ്ഞുവീട് ഉണ്ടാക്കുന്നത്. ബിൽറ്റ് യൂസിങ് സ്നോ ബ്ലോക്സ് അവൈലബിൾ ലോക്കലി,
ധാരാളം മഞ്ഞുകട്ടകൾ കൊണ്ടാണ് കെട്ടിപ്പൊക്കിയിട്ട് ഉള്ളത്. ക്വിക്ക് ആൻഡ് ഈസി ടു ബിൽഡ് ഇൻ സ്നോവി ഏരിയാസ്. മഞ്ഞുള്ള സ്ഥലങ്ങളിൽ വളരെ എളുപ്പമാണ് ഈ വീട് ഉണ്ടാക്കാൻ. പ്രൊട്ടക്ട്സ് ഫ്രം കോൾഡ് വിൻഡ്സ്. അതിശൈത്യത്തിൽ നിന്നും ഈ ഹൗസ് അവിടെയുള്ള ആളുകളെ രക്ഷിക്കുന്നു. ഇനി 3D പ്രിന്റഡ് ഹൗസ് എന്താണെന്ന് നോക്കാം. വെരി ഫാസ്റ്റ് കൺസ്ട്രക്ഷൻ. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലോ കോസ്റ്റ് കമ്പയർഡ് ടു നോർമൽ ഹൗസസ്. മറ്റ് സാധാരണ വീട് വയ്ക്കുന്നതിനേക്കാളും ചിലവ് കുറവായിരിക്കും. ലോ കോസ്റ്റ് കമ്പയർഡ് ടു നോർമൽ ഹൗസ്. ലെസ് കൺസ്ട്രക്ഷൻ വേസ്റ്റ്. അധികം സാധനങ്ങളൊന്നും വേണ്ട, കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റും. ക്യാൻ ഹെൽപ്പ് ബിൽഡ് ഹൗസ് ക്വിക്ക്ലി ആഫ്റ്റർ ഡിസാസ്റ്റേഴ്സ്. ഇപ്പോൾ ഭൂമിയിൽ പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ കെട്ടിപ്പൊക്കാൻ പറ്റിയ ഹൗസുകളാണ് 3D പ്രിന്റഡ് ഹൗസസ്. ഇങ്ങനെ ഒരു 6 പ്രവർത്തനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കുട്ടികൾക്കും ടീച്ചേഴ്സിനുമൊക്കെ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റും ചെയ്യണേ.